മാർവൽ മരിച്ചു. ആ പഴയ പീക്ക് മാർവൽ എൻഡ് ഗെയിമോട് കൂടി തീർന്നു. ഇത് ഞാൻ മാത്രമല്ല പറയുന്നത്, ലോകത്തിലെ മുഴുവൻ മാർവൽ ഫാൻസും ഇത് അംഗീകരിക്കുന്നു. ഇനി MCU തിരിച്ചു വരാൻ ഒരേ ഒരു ഹോപ്പ് മാത്രമാണുള്ളത്. ഇതിന് സാധ്യതയേയില്ല. ഹലോ നண்பா. MCUയുടെ ആ പ്രൈം ടൈമിൽ ഉണ്ടായിരുന്ന ക്വാളിറ്റിയുടെ പകുതിയെങ്കിലും ഇപ്പോൾ കിട്ടിയാൽ മതി എന്ന അവസ്ഥയിലാണ് ഫാൻസ് ഇപ്പോൾ ഉള്ളത്. അത് നടക്കുമോ? നിങ്ങൾ ഇൻഫൈനൈറ്റ് സാഗ എടുത്തു നോക്കിയാൽ താനോസിനെ നല്ല പോലെ ഡെവലപ്പ് ചെയ്തത് ഇൻഫിനിറ്റി വാർ മൂവിയിലാണ്. പിന്നെ എൻഡ് ഗെയിമിൽ ഫൈനൽ ബാറ്റിൽ ഉണ്ടാകും. അതേപോലെ ഇപ്പോ ഡൂംസ്ഡേയിൽ ഡോക്ടർ ഡൂമിനെ നല്ല പോലെ ഡെവലപ്പ് ചെയ്തിട്ട് സീക്രട്ട് വാറിൽ കൊണ്ടുപോയി അവസാനിപ്പിച്ചാൽ വർക്കൗട്ട് ആകുമോ? അങ്ങനെ നോക്കിയാൽ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ തോന്നില്ലേ? അല്ലാതെയും ഇപ്പോ മാർവലിന് ഈ ഡൗൺഫോൾ നേരിടുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. പുറത്ത് കാണുന്ന റീസൺസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, പക്ഷെ ഡീപ്പ് ഇൻസൈഡ് സൈക്കോളജിക്കൽ ആയിട്ട് ചില റീസൺസ് ഉണ്ട്. നമുക്കത് നോക്കാം. ഫൈനലി ഡൂംസ്ഡേനെ വിശ്വസിച്ച് നമുക്ക് ഹൈപ്പ് ആകാമോ? ഒരു കംബാക്ക് ആകുമോ? ഇതെല്ലാം നമുക്ക് നോക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ മുഖ്യമായി മാർവലിന്റെ ആ പീക്ക് ഇൻഫൈനൈറ്റ് സാഗ ടൈംസിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. ഇതൊരു നോസ്റ്റാൾജിക് ജേർണി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അതിനു മുൻപേ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യസന. ഇവിടെ നമ്മൾ അധികമാരും സംസാരിച്ചിട്ടില്ലാത്ത കുറച്ച് സിനിമാ വിശേഷങ്ങളാണ് സംസാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് 2008 ഒന്ന് റീവൈൻഡ് ചെയ്യാം. ആ സമയത്ത് ഒരുപാട് സ്റ്റുഡിയോ ബോർഡ് റൂംസിൽ റോബർട്ട് ഡൗണി ജൂനിയർ ഒരു ഉപയോഗവും ഇല്ലാത്ത ഒരാളായിട്ടാണ് കരുതിയിരുന്നത്. മാർവലിന്റെ അവസ്ഥയും വലിയ മെച്ചമൊന്നുമില്ലായിരുന്നു. 90s അവർ ഓൾമോസ്റ്റ് കടക്കണിയിലാകുന്ന സ്റ്റേജിലെത്തി. സർവൈവ് ചെയ്യാൻ വേണ്ടി അവരുടെ ബിഗ് നെയിംസിനെ വിൽക്കേണ്ട അവസ്ഥ വന്നു. സ്പൈഡർമാൻ സോണിക്ക് പോയി, എക്സ്മാനും ഫാന്റാസ്റ്റിക് ഫോറും ഫോക്സിലേക്ക് പോയി. മാർവലിന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നത് ആർക്കും വേണ്ട എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സ് മാത്രമായിരുന്നു. ഇങ്ങനെ ഇരിക്കെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൽ ഒന്നിന്റെ മുകളിൽ അവർ മുഴുവൻ വിശ്വാസവും അർപ്പിച്ചു. ആ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്ത് ഒരു മൂവി എടുത്തു. ആ സ്ക്രിപ്റ്റ് എത്ര അൺഫിനിഷ്ഡ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ആക്ടേഴ്സ് ഷൂട്ട് ചെയ്യുന്ന ആ ദിവസമാണ് ലൈൻസ് വരെ ഇംപ്രവൈസ് ചെയ്തത്. ആ ഒരു വിശ്വാസത്തിലാണ്, ഒരു ബുദ്ധിയിലാണ് സിനിമാ ഹിസ്റ്ററിയെ തന്നെ ഞെട്ടിക്കാൻ പോകുന്ന സിനിമാറ്റിക് യൂണിവേഴ്സ് ജനിച്ചത്. അടുത്ത 11 വർഷത്തേക്ക് മാർവൽ ആർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ചെയ്തു കാണിച്ചു. 22 ഫിലിംസ് ഒരേ കണ്ടിന്യൂസ് സ്റ്റോറിയായി ഫംഗ്ഷൻ ചെയ്തു. സ്റ്റാർട്ടിംഗ് മൂവിയിൽ വരുന്ന ഒരു ഡയലോഗ് 10 വർഷം കഴിഞ്ഞ് പേ ഓഫ് ആകുന്നു. ഇപ്പോ പോലും ചില നേരത്തെ നമുക്ക് തോന്നും ജസ്റ്റ് ഒരു കേവിൽ ആർക്ക് റിയാക്ടർ ഉണ്ടാക്കിയ ആ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള അയൺമാൻ പോലുള്ള ക്യാരക്ടേഴ്സ് ഇനി വരില്ല അല്ലേ? അത് വെറും ഒരു പടമല്ല, നമ്മുടെ ചൈൽഡ്ഹുഡ് ആണ്. ഇപ്പൊ $1 മില്യൺ CGI വന്നാലും ആ റോ ഫീലിംഗ് തരാൻ കഴിയില്ല എന്നതാണ് സത്യം. ഇങ്ങനെ ഇരിക്കെ 2019 ഒരു വലിയ അതിശയം നടന്നു. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ഒരു മൂവി റിലീസ് മാത്രമല്ലായിരുന്നു, അതൊരു ഫ്യൂണറൽ, ഒരു വിക്ടറി, ഒരു ഡീക്കേഡിന്റെ പ്രോമിസസ്, ഹൈപ്പ് എല്ലാം കീപ്പ് ചെയ്ത ഒരു മൊമെന്റ് ആയിരുന്നു. ഇതെല്ലാം ഒരേ സിറ്റിംഗിലാണ് നടന്നത്. തിയേറ്ററിൽ ആൾക്കാർ ക്ലൈമാക്സ് കണ്ട് കരഞ്ഞു എന്ന് തന്നെ പറയാം. സ്ട്രേഞ്ചേഴ്സ് പോലും ഫാമിലിയെ പോലെ ഒന്നിച്ചു ചേർന്ന് സെലിബ്രേറ്റ് ചെയ്തു. ഇപ്പോൾ വരെ ആ അവഞ്ചേഴ്സ് 2012 മൂവിയിലെ സർക്കിൾ ഷോട്ട് കണ്ടാലും ശരി, ഏജ് ഓഫ് അൾട്രോണിലെ അവഞ്ചേഴ്സ് എല്ലാവരും ബ്രഷ് ചെയ്യുന്ന ഷോട്ട് ആയാലും ശരി, എൻഡ് ഗെയിമിലെ ഫൈനൽ ഫൈറ്റ് കണ്ടാലും ശരി, രോമാഞ്ചം വരും. അന്നത്തെ കാലത്ത് എൻഡ് ഗെയിം ആയിരുന്നു ഹൈയസ്റ്റ് ഗ്രോസിംഗ് ഫിലിം എവർ മെയ്ഡ്. പക്ഷെ നമ്മൾ നോർമലി പറയില്ലേ, അണയാൻ പോകുന്ന തീ ആളിക്കെത്തുമെന്ന്. അതാണ് MCU സംഭവിച്ചത്. ക്യാപ്റ്റൻ മ്യോൾനിയർ എടുക്കുന്നത്, അവഞ്ചേഴ്സ് അസംബിൾ എന്ന് പറയുന്നത് എല്ലാം പീക്ക് സിനിമയാണ്. എന്തുകൊണ്ടായിരിക്കും? അത് 10 വർഷമായി ടീസ് ചെയ്ത് ബിൽഡ് ചെയ്തതാണ്. എപ്പോഴാണ് അവഞ്ചേഴ്സ് അസംബിൾ പറയുക എന്നും എങ്ങനെയാണ് മ്യോൾനിയർ ലൈറ്റായി ലിഫ്റ്റ് ചെയ്തതെന്നും ഫാൻസ് ഭയങ്കരമായ തിയറീസ് ഓൺലൈനിൽ എഴുതിക്കൊണ്ടിരുന്നു. സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. ആ ഒരു റീക്രിയേഷൻ ഇനി ഈ കാലത്ത് ചെയ്യാൻ തന്നെ കഴിയില്ല. ഇൻഫൈനൈറ്റ് സാഗ അത്ര പെർഫെക്റ്റ് ആയിരിക്കെ എന്തുകൊണ്ടാണ് അതിനുശേഷം വന്ന വർഷങ്ങളിൽ എല്ലാം തകർച്ച നേരിടാൻ തുടങ്ങിയത്? ഒരുപാട് പേർ പറയുന്ന ഒരു കാര്യം ഇതാണ്, ആ ഡൗൺഫോൾ ഒരു ബാഡ് മൂവിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതല്ല, അത് ആക്ച്വലി ഒരു ഷെഡ്യൂളിംഗ് പ്രോബ്ലത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എൻഡ് ഗെയിം തിയേറ്ററിൽ വന്ന അതേ മാസം തന്നെ ഡിസ്നി അവരുടെ ഡിസ്നി പ്ലസ് ലോഞ്ച് ചെയ്തു. പിന്നെ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിന് എല്ലാത്തിനേക്കാളും മുഖ്യമായി ഒരു കാര്യം ആവശ്യമാണ്, മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കണ്ടന്റ്. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അവർ ചൂസ് ചെയ്തത് മാർവൽ. അവരുടെ അടുത്ത് നിന്ന് ഓർഡർ വന്നു, ഇനിയും ഒരുപാട് മേക്ക് ചെയ്യൂ, അതും ഫാസ്റ്റ് ആയി റിലീസ് ചെയ്യൂ എന്ന്.
ഞാനൊക്കെ MCU ട്രെയിലറിന്റെ അനൗൺസ്മെന്റ് ഉണ്ടായാൽ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പൊ പുതിയ ഷോ വന്നാൽ പോലും അറിയാനില്ല. MCUവിന്റെ ഓരോ പടവും ഗ്ലോബൽ ഇവന്റ് ആയിരുന്നു, ഒരു ഉത്സവമായിരുന്നു. ഇപ്പൊ അത് വെറും കണ്ടന്റ് മാത്രമാണ്. ഇങ്ങനെ ഇരിക്കെ മാർവൽ സ്റ്റുഡിയോസ് പ്രസിഡന്റ് ആയ കെവിൻ ഫിഗ് ഇത് കുറെ വർഷങ്ങൾക്ക് ശേഷം ഡാമേജ് എല്ലാം പുറത്തറിഞ്ഞ ശേഷം പുള്ളി തന്നെ സമ്മതിച്ചു. അവർ റിപ്പോർട്ടേഴ്സിനോട് ആക്ച്വൽ നമ്പേഴ്സ് പറഞ്ഞു. എൻ ഗെയിമിന് മുൻപുണ്ടായിരുന്ന 12 വർഷങ്ങളിൽ മാർവൽ റഫ്ലി 50 മണിക്കൂറോളം സിനിമയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ ഗെയിമിന് ശേഷമുള്ള 6 വർഷങ്ങളിൽ ഏതാണ്ട് പകുതി ഡ്യൂറേഷൻ മാത്രം. അതിൽ ആ നമ്പർ 100 മണിക്കൂർ താണ്ടിപ്പോയി. ആനിമേഷൻ എല്ലാം കൂടി ചേർത്താൽ 127 മണിക്കൂർ. ഹാഫ് ടൈമിൽ ഡബിൾ ഔട്ട്പുട്ട്. ഇപ്പൊ മനസ്സിലായോ എവിടെയാണ് അടി കിട്ടിയതെന്ന്? അവർ ക്വാണ്ടിറ്റി പ്രിഫർ ചെയ്തു, ക്വാളിറ്റി അവിടെ പോയി. അതും കൂടാതെ മാർവലിന് എന്താണ് പെട്ടെന്ന് ഇത്ര ന്യൂ ഹീറോസിന്റെ ആവശ്യം വന്നത്? അതും കണ്ടന്റ് കോട്ട തന്നെയായിരുന്നു. ഷാങ്-ചി, എറ്റേണൽസ്, കെ ബിഷപ്പ്, മിസ് മാർവൽ, മൂൺ നൈറ്റ്, അമേരിക്ക ചാവസ്, ഇവർക്കെല്ലാം ഒരു ഇൻട്രൊഡക്ഷൻ സെറ്റപ്പ് പിന്നെ സ്ക്രീൻ ടൈം ആവശ്യമായിരുന്നു. ഇവർ എല്ലാവരും തന്നെ കുറഞ്ഞ ബഡ്ജറ്റിന്റെ ടൈം ലൈനിലാണ് ഇറങ്ങിയത്. പല മാർവൽ ഫാൻസും ഇപ്പൊ പറഞ്ഞ ക്യാരക്ടേഴ്സിന്റെ ചില ഷോസ് പോലും കണ്ടിട്ടുണ്ടാവില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ എറ്റേണൽസ് റോട്ടൻ ടൊമാറ്റോസിൽ 47% എന്ന റഫായ സ്കോർ എടുത്തു. ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമേനിയ ഇന്നും ലോവറായി 46%ത്തിലേക്ക് പോയി. 200 മില്യണിന് മുകളിൽ ബഡ്ജറ്റ് ചെയ്ത സീക്രട്ട് ഇൻവേഷൻ ഓൺലൈനിൽ ഭയങ്കര അടി വാങ്ങി. ഷീ ഹൾക്കിനെ പറ്റി പറയുകയേ വേണ്ട, ഫാൻസ് തന്നെ ഹെയ്റ്റേഴ്സ് ആയി മാറി. പിന്നെ നവംബർ 2023 മാർവൽസ് വന്നു. അത് അണ്ടർ പെർഫോം ചെയ്യുക മാത്രമല്ല, MCU ഹിസ്റ്ററിയിൽ തന്നെ ലോവസ്റ്റ് വീക്കെൻഡിലാണ് ഓപ്പൺ ആയത്. മാർവൽ അങ്ങനെ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന മൊമെന്റ്സ് ആയിരുന്നു ഇതൊക്കെ. കറക്റ്റായി അപ്പോഴാണ് ഒരു സ്പെസിഫിക് അജണ്ട ഇന്റർനെറ്റ് ടേക്ക് ഓവർ ചെയ്തത്. അത് തന്നെ മാർവൽ വെൻ വോക്ക് ആൻഡ് വെൻ ബ്രോക്ക്. ക്യാപ്റ്റൻ മാർവൽ, മാർവൽ, മിസ് മാർവൽ, ഷീ ഹൾക്ക്, അങ്ങനെ മനഃപൂർവ്വം വോക്ക് കൾച്ചർ ഉള്ളിൽ കൊണ്ടുവന്നു. ഫെമിനിസത്തെ ബാഡ് റേറ്റിംഗ് വെച്ച് തിരികെ കയറ്റി. ഫാൻസ് എക്സ്പെക്ട് ചെയ്തതെല്ലാം ഒരേ ഒരു സോളിഡ് സ്റ്റോറി മാത്രമായിരുന്നു. ഗിവ് us ഗുഡ് റൈറ്റിംഗ്, നോട്ട് ലെക്ചേഴ്സ്. ഫേസ് 1 and 2 ഉണ്ടായിരുന്ന ആ ക്യാരക്ടർ കണക്ഷൻസ്, ആ ഹാർട്ട് ബ്രേക്ക് മൊമെന്റ്സ് ഇപ്പൊ എല്ലാം ഒരു കൊമേഴ്ഷ്യൽ ഡ്രാമ പോലെയായി എന്ന ഫീലിംഗ് ആണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ക്വാളിറ്റി കളഞ്ഞിട്ട് മെസ്സേജ് തിരികെ കയറ്റാൻ ശ്രമിച്ച് അത് വർക്ക്ഔട്ട് ആയുമില്ല. ഇത് മാർവലിനോട് തന്നെ ആക്ച്വലായി എന്താണ് തെറ്റുപറ്റിയത് എന്ന് ചോദിച്ചപ്പോ അവർ ഈ സൂഡ ഫെമിനിസം മാത്രമല്ല ബ്ലെയിം ചെയ്തത്. അവർ ചോദിച്ചു, മെയിൻ ലീഡ് പ്രൊജക്ട്സും ഇതേ വിൻഡോയിൽ ഫ്ലോപ്പ് ആയില്ലേ എന്ന്. ക്വാണ്ടമേനിയ എങ്ങനെ നോക്കിയാലും ഒരു ഡിസാസ്റ്റർ ആണ്. പിന്നെ സീക്രട്ട് ഇൻവേഷനും അതേപോലെ തന്നെ. സോ ഇവിടെ ഹോണസ്റ്റ് ആൻസർ ഇതാണ്. റഷ് ചെയ്ത് എഴുതിയ സ്ക്രിപ്റ്റ്സ്, ബാക്ക് ടു ബാക്ക് റിലീസ്, ബാഡ് VFX, ഇതൊക്കെ വെച്ച് ഫീമെയിൽ ലീഡ് പടം വന്നാലും മെയിൽ ലീഡ് പടം വന്നാലും ഫ്ലോപ്പ് തന്നെ. പക്ഷെ ഫാൻസ് പറഞ്ഞു, ഇത്രയും പ്രശ്നങ്ങൾ ഇരിക്കുമ്പോ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോ മാർവലിന്റെ കയ്യിൽ ഒരേ ഒരു ലോങ് ടേം പ്ലാൻ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഒരു വില്ലൻ. 2021 ലോക്കിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത 2023 ക്വാണ്ടമേനിയ എക്സ്പാൻഡ് ആയ കാങ് ക്യാരക്ടർ നല്ലപോലെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് സാഗയ്ക്ക് താനോസ് എങ്ങനെയാണോ, ഈ ന്യൂ സാഗയ്ക്ക് കാങ് അതുപോലെയായി. അപ്പൊ ഡോക്ടർ ഡൂം കാർഡ്സിൽ പോലും ഇല്ലായിരുന്നു. നെക്സ്റ്റ് അവഞ്ചേഴ്സ് മൂവി ടൈറ്റിൽ തന്നെ ലിറ്ററലി കാങ് ഡൈനസ്റ്റി എന്നായിരുന്നു. ശരി, നല്ലപോലെ പോകുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കാങ് ആയി അഭിനയിച്ച ജോനത്തൻ റിയൽ ലൈഫിൽ ഒരു പണി ഒപ്പിച്ചത്. അതെന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. കമന്റ് ചെയ്യൂ, അറിയാൻ പാടില്ലാത്തവർ അത് മനസ്സിലാകട്ടെ. സോ ആ സംഭവം കാരണം മാർവൽ ഈ കാങ് ഡൈനസ്റ്റി ഈ ക്യാരക്ടറിനെ അങ്ങനെ തന്നെ സ്ക്രാപ്പ് ചെയ്തു. വേറെ ആരെയെങ്കിലും റീകാസ്റ്റ് ചെയ്യാമായിരുന്നു, പക്ഷെ മൊത്തമായി അവസാനിപ്പിച്ചു. ഇപ്പൊ സ്റ്റുഡിയോയ്ക്ക് ഒരു മെയിൻ വില്ലൻ ഇല്ല. വലിയ ഫിനാൻഷ്യൽ പ്രഷറിൽ മൾട്ടിവേഴ്സ് സാഗ മുഴുവനായി റീബിൽഡ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് തള്ളപ്പെട്ടു. മാർവലിന്റെ അവസ്ഥ അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കൂ. കൊടി കെട്ടി പറന്നവർ ഇപ്പൊ തകർന്നുപോയി. വർഷങ്ങളായുള്ള കംപ്ലൈന്റ്സ്, ഓഡിയൻസ് ട്രസ്റ്റ്, ഹൈപ്പ് എന്നിവ കുറഞ്ഞു വരുന്നു. പിന്നെ ഇപ്പൊ ഓവർനൈറ്റിൽ അവർ 3 വർഷമായി ബിൽഡ് ചെയ്ത സ്റ്റോറിക്ക് ഒരു വില്ലൻ ഇല്ല. അവർക്കൊരു ഭയങ്കരമായ കംബാക്ക് ആവശ്യമായിരുന്നു. ഇത്ര കാര്യങ്ങൾ നടന്നിട്ടും ആ എൻറ്റയർ ഫ്രാഞ്ചൈസി സക്സസിന് നേരിട്ടും അല്ലാതെയും കാരണമായ ഒരേ ഒരു ആക്ടർ ഉണ്ട്. എവിടെ നിന്നാണോ ആരുടെ അടുത്ത് നിന്നാണോ തുടങ്ങിയത് അവരുടെ അടുത്തേക്ക് തന്നെ പോയി. യെസ്, ഓസ്കാർ ജേതാവ് റോബർട്ട് ഡൗണി ജൂനിയർ. സോഷ്യൽ മീഡിയയിലൊക്കെ ആ സമയത്ത് RDJയുടെ റിട്ടേൺ തന്നെ വൈറലായിരുന്നു. ആ അപ്ഡേറ്റിൽ മാർവൽ പടങ്ങൾ കാണാത്ത ആൾക്കാർക്ക് പോലും ഈ അപ്ഡേറ്റ് ചെവിയിലെത്തി. പക്ഷെ എന്ത് തിരിച്ചു വന്നാലും ആ പഴയ മാജിക് തിരിച്ചു വരുന്നത് കണ്ടറിയണം. ജൂലൈ 2024 മാർവൽ ഈ ന്യൂസ് ഡ്രോപ്പ് ചെയ്തു. റോബർട്ട് ഡൗണി ജൂനിയർ തിരിച്ചു വരുന്നു. ടോണി സ്റ്റാർക്കായിട്ടല്ല, ഡോക്ടർ ഡൂമായി. ഒരുപാട് നല്ല മൂവീസ് നൽകിയ റൂസോ ബ്രദേഴ്സിനെയും അവർ തിരിച്ചു കൊണ്ടുവന്നു. വരാൻ പോകുന്ന 2 അവഞ്ചേഴ്സ് ഫിലിംസിനും പുള്ളിയുടെ കമ്പൈൻ പേ 100 മില്യൺ ആണെന്ന് റിപ്പോർട്ട് പറയുന്നു. സോ മൊത്തം
മൊത്തം വിശ്വാസവും ഒറ്റയാൾക്ക് മുകളിലിട്ടു. മാർവൽ ഹിസ്റ്ററിയിൽ അതൊരു നാഴികക്കല്ലായി. ചില ഫാൻസ് ഇത് മാർവൽ ചെയ്ത ഭയങ്കരമായ ഒരു റെസ്ക്യൂ മിഷൻ ആണെന്ന് പറഞ്ഞു. മറ്റുള്ളവർ ഇത് ആവശ്യമില്ലാത്ത പണിയാണെന്നും ഫീൽ ചെയ്തു. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ മാർവൽ വിചാരിച്ചതുപോലെ തന്നെ പല ഫാൻസിന്റെ ഇടയിലും ഹൈപ്പ് തിരിച്ചു വന്നു. ഫാൻസ് വീണ്ടും അടുത്ത അവഞ്ചേഴ്സ് മൂവിക്ക് വേണ്ടി എക്സൈറ്റ് ആയി. പിന്നെ എന്താ സംഭവിച്ചേ? ബ്രേവ് ന്യൂ വേൾഡ് റിലീസ് ആകുന്നു. സാം വിൽസണിനെ ക്യാപ്റ്റൻ അമേരിക്കയായി കാണേണ്ട അവസ്ഥ. ഇതിൽ വിഷയം എന്താണെന്നാൽ ഭയങ്കരമായി റീഷൂട്ട് ചെയ്തിട്ടും ആ പടം ക്രിട്ടിക്സിന്റെ അടുത്ത് നിന്ന് മരണ അടി വാങ്ങിക്കുന്നു. ഒരു MCU ഫിലിമിനും കിട്ടാത്ത ലോവസ്റ്റ് ഓഡിയൻസ് ഗ്രേഡ് ഇതിനാണ് കിട്ടിയത്. ഒരു ഭാഗത്ത് നോക്കിയാൽ ക്യാപ്റ്റൻ അമേരിക്ക നൊസ്റ്റാൾജിയ വെച്ച് അവർ പ്ലേ ചെയ്യുന്നു. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ പഴയ ഹീറോസിനെ ഭയങ്കരമായി മിസ് ചെയ്യുന്നു. നമ്മൾ ഭയങ്കരമായി കമ്പയർ ചെയ്യുന്നു. ക്യാപ്റ്റൻ അമേരിക്ക വയസ്സായി പുള്ളി ചിരിക്കുന്ന ആ ചിരി, ആ ഫ്രെയിമിൽ തന്നെ പുള്ളിയുടെ ആർക്ക് അവസാനിച്ചു. അടുത്തത് തണ്ടർ ബോൾട്ട് വന്നു. എൻ ഗെയിമിന് ശേഷം വന്ന ബെസ്റ്റ് റിവ്യൂഡ് MCU ഫിലിം ഇതാണെന്ന് പറയാം. പക്ഷെ അതും മണി ലൂസ് ചെയ്യുകയായിരുന്നു ചെയ്തത്. പിന്നെ ജൂലൈ 2025 ഫാന്റാസ്റ്റിക് ഫോറിൽ ഫസ്റ്റ് സ്റ്റെപ്സ് വന്നു. ഒരു പരിധി വരെ വർക്കായി എന്ന് തന്നെ പറയാം. പക്ഷെ സങ്കടം എന്താണെന്നാൽ എന്ത് തന്നെ വിജയം വന്നാലും 2008 മുതൽ DC മൂവീസ് മാർവലിനെ ബീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ 2025 സൂപ്പർമാൻ വന്നു, ആ റെക്കോർഡ് തകർത്തു കളഞ്ഞു. പിന്നെ ഡിസംബർ 2025 റിലീസായ ആ ട്രെയിലറിൽ സ്റ്റീവ് റോഗേഴ്സ് ഒരു ഫാം ഹൗസിലേക്ക് റൈഡ് ചെയ്തു വരുന്നു. പുള്ളിയുടെ കയ്യിൽ വെഡിങ് റിംഗ് ഉണ്ട്. പുള്ളിയുടെ ഓൾഡ് യൂണിഫോം സ്റ്റോറേജിൽ നിന്നെടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കുന്നു. പിന്നെ ഒരു ന്യൂ ബോൺ ബേബിയെ എടുത്തു വെക്കുന്നു. പുള്ളി ചൂസ് ചെയ്ത ആ സമാധാനപൂർണമായ ജീവിതത്തിലാണ് പുള്ളി ഉള്ളത് എന്ന് എല്ലാവരും വിശ്വസിച്ചു. സോ മേ ബി അടുത്ത അവഞ്ചേഴ്സ് മൂവിയിൽ രണ്ട് ഡിഫറെന്റ് ക്യാപ്റ്റൻ അമേരിക്കയെ ഒരേ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നത് നമ്മൾ കാണാൻ പോകുന്നു. ഇപ്പൊ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ റിലീസായി. സർപ്രൈസിംഗ്ലി അത് നല്ല പോലെ ചെയ്യുന്നത് മാത്രമല്ലാതെ ഹോളിവുഡ് ഹിസ്റ്ററിയിലെ തന്നെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് വീക്കെൻഡ് കൊണ്ടുവന്നു. അടുത്ത ബിഗ് മൂവി അവഞ്ചേഴ്സ് ഡൂംസ് ഡേ 2026 ഡിസംബർ 18 വരുന്നു. 3 സെപ്പറേറ്റ് യൂണിവേഴ്സിനെ ഒന്നിച്ചു കൊണ്ടുവരുന്നു. MCUയുടെ പ്രൈം ടൈം വീണ്ടും വരാത്തതിന് മറ്റൊരു കാരണം ജനറേഷണൽ ഗ്യാപ്പും കൂടെയാണ്. എൻ ഗെയിം വന്ന ടൈമിൽ 20-ൽ പരം മൂവികൾ കാച്ചപ്പ് ചെയ്ത് വന്നവരാണ് എൻ ഗെയിം സെലിബ്രേറ്റ് ചെയ്തത്. ആ ടൈമിലുള്ളവർക്ക് ഇപ്പൊ കുറച്ചുകൂടെ വയസ്സാകുകയും എക്സൈറ്റ്മെന്റ് കുറഞ്ഞു വരികയും ചെയ്തു. ഇത് എവിടെ പോയി അവസാനിക്കുമെന്ന് ഹോണസ്റ്റ്ലി എനിക്കറിയില്ല. പക്ഷെ ഒന്ന് മാത്രം തീർച്ചയാണ്, ഇനി ഒരു എൻ ഗെയിം മൊമെന്റ് വരില്ല. അതിന്റെ ഒരു പകുതി എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ സെപ്റ്റംബറിൽ പോയി റിലീസ് കണ്ടിട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ മാർവലിൽ നിന്ന് എനിക്ക് കിട്ടില്ല. സാച്ചുറേഷൻ പോയിന്റ് റീച്ച് ആയി പോയി. സോ NJ പറഞ്ഞതുപോലെ എക്സ്പെക്ട് ഡിസപ്പോയിന്റ്മെന്റ്, യു വോണ്ട് ബി ഡിസപ്പോയിന്റഡ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ്, നൊസ്റ്റാൾജിക് ജേർണി നൽകിയിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സോ കമന്റ്സിൽ പറയൂ, ഡൂംസ് ഡേ ഈ ഫ്രാഞ്ചൈസിയെ സേവ് ചെയ്യുമോ? നമ്മുടെ ആ കൊച്ചു പ്രതീക്ഷയെങ്കിലും ഫുൾഫിൽ ചെയ്യുമോ? കാത്തിരുന്നു കാണാം. ലെറ്റ്സ് ഹോപ്പ്. ഇനി ഞാൻ അടുത്ത മാർവൽ വീഡിയോ ഇടുകയാണെങ്കിൽ അത് അപ്രീസിയേഷന് വേണ്ടി ആകണമെന്നാണ് ആഗ്രഹം. നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സൈനിങ് ഓഫ്.